ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്നത്തെ രാത്രി ഇറാനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായിരിക്കുമെന്നും യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണങ്ങളായിരിക്കും ഇന്ന് രാത്രി ഇറാനെതിരായി നടക്കാൻ പോകുന്നത് എന്നുമുള്ള മുന്നറിയിപ്പുമായി US പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പെന്റഗണിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇന്നത്തേത് ഇറാനുള്ളിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും തീവ്രമായ ആക്രമണ ദിവസമായിരിക്കുമെന്നും ഏറ്റവും കൂടുതൽ പോരാളികൾ, ഏറ്റവും കൂടുതൽ ബോംബറുകൾ, ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ എന്നിവ തയ്യാറായി എന്നുമാണ്. ഇന്ന് യുദ്ധം അതിന്റെ തീവ്രതയിലെത്തുമെന്നും ട്രംപ് തീരുമാനിക്കുന്നിടത്തോളം യുദ്ധം തുടരുമെന്നും യുദ്ധത്തിനുള്ള സമയപരിധിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് ട്രംപാണെന്നും ഹെഗ്സെത്ത് പറഞ്ഞുവെച്ചിട്ടുണ്ട്. എന്നാൽ US-ഉം ഇസ്രായേലും തങ്ങളെ ആക്രമിക്കുന്നത് തുടർന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് 1 ലിറ്റർ എണ്ണ പോലും കയറ്റി അയക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും ഗൾഫ് വഴിയുള്ള എല്ലാ എണ്ണ കയറ്റുമതിയും യുദ്ധം നിലനിൽക്കുന്നിടത്തോളം തടയുമെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പറഞ്ഞതിന്റെ പിന്നാലെ രംഗത്തെത്തിയ ട്രംപ് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 കൈകാര്യം ചെയ്യുന്ന ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ടാങ്കർ ഗതാഗതം തടയുകയോ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ ഇടപെടുകയോ ചെയ്താൽ ഇറാനെ 20 മടങ്ങ് ശക്തമായി ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ഇറാനിൽ തുടർന്ന് യുദ്ധം ചെയ്യുന്നതിനുള്ള സന്നദ്ധത വിട്ട് ട്രംപ് പിന്മാറിയെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പുതിയ പരമോന്നത നേതാവിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അയാളെ അംഗീകരിക്കില്ലെന്ന് ആദ്യം വ്യക്തമാക്കിയ ട്രംപ് പെട്ടെന്ന് നിലപാട് മാറ്റിയെന്നും അത് റഷ്യയും പിന്നാലെ ചൈനയും യുദ്ധത്തിലേക്ക് ഇറാനൊപ്പം കക്ഷി ചേർന്നേക്കുമെന്നുമുള്ള ആശങ്ക കൊണ്ടാണെന്നുമൊക്കെ വാർത്ത പറഞ്ഞിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ പ്രചാരണങ്ങളെയും തള്ളിക്കൊണ്ടാണ് ഇന്ന് ഇറാനെതിരെ കനത്ത നീക്കത്തിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായിരിക്കും അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന അൾട്ടിമേറ്റഡ് വെപ്പൺ എന്ന് വ്യക്തമല്ലെങ്കിലും ഇറാനിൽ ഇന്ന് രാത്രി എന്ത് സംഭവിക്കുമെന്ന ഭയാശങ്കയിലാണ് ലോകം. ട്രംപിന്റെ കൂടി അംഗീകാരത്തോടുകൂടി ഒരു നേതാവിനെ ഇറാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ നിമിഷം യുദ്ധം അവസാനിക്കുകയും ഇറാനിലും മിഡിൽ ഈസ്റ്റിലും സമാധാനം പുലരുകയും ചെയ്യുമെന്നാണ് നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. അതിനുവേണ്ടിയാണ് ട്രംപിന്റെ ഈ ഭീഷണിയെന്ന് കരുതുന്നു. എന്നാൽ ആയുധമൊന്നും ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധത്തിൽ തകർന്നു കിടക്കുമ്പോഴും യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്നും എങ്ങനെ അവസാനിപ്പിക്കണമെന്നും തങ്ങൾ തീരുമാനിക്കുമെന്ന് വീമ്പിളക്കുകയാണ് ഇറാൻ ഭരണകൂടം.